നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികളൊക്കെ മഞ്ഞൾ വെള്ളത്തിൽ കഴുകി ഉപയോഗിക്കാറില്ലേ? എന്നാൽ ആ മഞ്ഞൾപ്പൊടിയിൽ തന്നെ മായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എന്തോന്ന് ചെയ്യാനാന്നേ, 5-6 ഗ്രോ ബാഗിലെങ്കിലും മഞ്ഞൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ആവശ്യത്തിലധികം മഞ്ഞൾപ്പൊടി സുഖമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ആക്കിയെടുക്കാം. ഇനി മഞ്ഞൾ നടാനായിട്ട് വിത്തില്ലെങ്കിൽ ഒരൊറ്റ തവണ കടയിൽ നിന്ന് വിത്ത് വാങ്ങിയാൽ മതി. പിന്നെ എല്ലാ വർഷവും നടാനുള്ള വിത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. മഞ്ഞൾ നട്ട് 1 വർഷത്തിനുള്ളിൽ വിളവെടുക്കാം. ഇലകളും തണ്ടുകളും ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്കും മനസ്സിലാക്കാം മഞ്ഞൾ വിളവെടുക്കാറായെന്ന്. ഇത് നടുന്ന സമയത്ത് എന്തെങ്കിലും അടിവളമൊക്കെ ചേർത്ത് നന്നായിട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു പരിചരണം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, മഞ്ഞൾ ആവശ്യത്തിന് കിട്ടിക്കോളും. വിളവെടുത്തു കഴിഞ്ഞ് അത്യാവശ്യം വലുതും ആരോഗ്യമുള്ള പോലെ തോന്നുന്ന കുറച്ച് മഞ്ഞൾ വിത്തിന് വേണ്ടി മാറ്റിവെക്കും. ഇതാണ് മഞ്ഞളിന്റെ തട. ചിലർ തട നടാനായിട്ട് എടുക്കാറുണ്ട്, പക്ഷെ ഞാനിതുവരെ ഇവിടെ നട്ടു നോക്കിയിട്ടില്ല. തട നട്ടുവെച്ച വല്ലതും കിട്ടുമോ ആവോ. പിന്നെ മഞ്ഞൾ ആദ്യം വൃത്തിയാക്കി എടുക്കണം. വേരൊക്കെ കട്ട് ചെയ്ത് മണ്ണൊക്കെ പോകുന്നവരെ ഒരു 4-5 തവണ കഴുകിയെടുക്കുകയെ. കഴുകി കഴിഞ്ഞ് നേരെ കൊണ്ട് വെയിലത്തിട്ട് ഉണക്കിയെടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉണങ്ങിക്കിട്ടാനായിട്ട് ഒത്തിരി നാളെടുക്കും. പെട്ടെന്ന് ഉണങ്ങിക്കിട്ടാനായിട്ട് മഞ്ഞൾ പുഴുങ്ങി അരിഞ്ഞുണക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇങ്ങനെ പുഴുങ്ങുമ്പോൾ ഒത്തിരി വെന്ത് കുറുകി അങ്ങ് പോകരുത്. 10-20 മിനിറ്റ് കൊണ്ട് ആയിക്കിട്ടും. പിന്നെ വെള്ളം പോകാനായിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ മാറ്റി വെച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കാം. 2 ആഴ്ച കൊണ്ട് ഉണങ്ങിക്കിട്ടും. ഇതരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചാക്കുണ്ടായിരുന്നേ. ഉണങ്ങി വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ കവറിൽ കൊള്ളാവുന്നതേ ഉള്ളൂ. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ നല്ല പാടാണ്. മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഉള്ള സൗണ്ട് കേൾക്കാൻ തന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് മില്ലിൽ കൊടുത്താണ് പൊടിച്ചെടുത്തത്. 1 വർഷത്തേക്കുള്ള പൊടിയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇത് 5 മാസം മുന്നേ ഉണക്കി വെച്ച മഞ്ഞളാണ്. ഇപ്പോഴാണൊന്ന് പൊടിച്ചെടുത്തത്. കഴിഞ്ഞ കൊല്ലം ആക്കിയ മഞ്ഞൾപ്പൊടി തീർന്നിട്ട് പുതിയത് പൊടിക്കാന്ന് കരുതി മാറ്റി വെച്ചതായിരുന്നു. അങ്ങനെ ഒരു മായവും കലർപ്പുമില്ലാത്ത മഞ്ഞൾപ്പൊടി റെഡി.